ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ അവധി ദിവസങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസമായി തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസങ്ങൾ നമ്മൾക്ക് അടുക്കളയിലെ പണികൾ ഒരു തീരുമാനം ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. നമ്മളിങ്ങനെ പണിതുകൊണ്ടിരിക്കുകയും ചെയ്യണം, ഒരുപാട് ജോലികൾ ഉണ്ടാവുകയും ചെയ്യും, കാര്യങ്ങൾക്കൊന്നും ഒരു തീരുമാനം ഇല്ലാത്ത ദിവസം. കാരണം എന്തെങ്കിലുമൊക്കെ പിന്നീടായിരിക്കും, ചിലപ്പോൾ മീനൊക്കെ വാങ്ങണത് പിന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം തന്നെയാണ് ഇന്നും. അപ്പോൾ ഇതേ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചൊരു കത്തിയാണ് കേട്ടോ. നമ്മൾ ഒത്തിരി റിവ്യൂ കണ്ടിട്ട് വാങ്ങിയൊരു കത്തിയാണ്. നല്ല കത്തിയാണ് കേട്ടോ, നല്ല മൂർച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങി നോക്കാം. നല്ലൊരു കത്തിയാണ് കേട്ടോ. കാരണം കൈ തൊട്ട വഴിയെ ധ്യാനൂട്ടൻ്റെ കൈ മുറിഞ്ഞു എന്നുള്ളതാണ്. നല്ല മുറിച്ചാണ്. ഞാൻ പിന്നെ കട്ട് ചെയ്ത് നോക്കിയപ്പോഴൊക്കെ നല്ല ഒരു ഇതാണ്. പിന്നെ ലോങ് ലാസ്റ്റിങ് എങ്ങനെയാണെന്ന് എനിക്ക് കൂടുതൽ ഉപയോഗിച്ചാൽ അറിയാവുള്ളൂ. അതിൽ ഒരുപാട് യൂട്യൂബേഴ്സ് റിവ്യൂ ചെയ്തേക്കുന്ന ഒരു നൈഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങി നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, അടുക്കളയിൽ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊരു കുന്നുണ്ട്. ശരിക്കും കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് നീറ്റായിട്ട് കിടക്കണായിട്ട് ഇഷ്ടം. ഈ പാത്രങ്ങൾ ഇങ്ങനെ നിറങ്ങിയിരിക്കണമെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഞാൻ അടുക്കി വെക്കുന്നതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പരാജയം തന്നെയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ആവാറില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന കണക്ക് നമ്മൾ ചെയ്യാറുമുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഇടിയപ്പമാണ്. ഇടിയപ്പത്തിന് പൊടി കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് ഈ അരി കിട്ടിയല്ലേ, ആ ഒരു അരി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പച്ചരിയും കൂടെ മിക്സ് ചെയ്ത് പൊടിപ്പിച്ച് വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഈ ഇടിയപ്പം അല്ലെങ്കിൽ പുട്ട്, ഇത് രണ്ടുമാണ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടിയപ്പത്തിന് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിനുള്ള സവോളയൊക്കെ വഴറ്റി അടുപ്പ് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് വേറൊരു രീതിയിലൊരു മുട്ടക്കറി ഉണ്ട്, എന്നാ പറയുക, കുക്കറി വേവിക്കണയാണ്, എളുപ്പത്തിലുണ്ടാക്കുന്നത്. അതുണ്ടാക്കാമെന്ന് ഓർത്തിട്ടായിരുന്നേ. പിന്നെ വിനോട്ടം പറഞ്ഞ് ഇടിയപ്പത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഈ ഒരു ടൈപ്പ് തന്നെ നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കി. അന്നേരത്തേക്ക് എന്തേ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. ഒഴുകിയായിരുന്നു, ഒഴുവ അല്ലെങ്കിൽ കൊഴുവ, പലയിടത്തും പല പേര് പറയും. എന്തായാലും അത് കുറച്ച് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വന്ന് ചായയൊക്കെ തിളപ്പിച്ചു. അപ്പോഴത്തേക്കും ഇടിയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പൊടിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇച്ചിരി ടൈറ്റാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയെ പോലെ അങ്ങ് സ്മൂത്തായിട്ട് അങ്ങ് പോയത്തില്ല. പിന്നെ ഇച്ചിരി വെള്ളം അധികം കുഴച്ച് കഴിഞ്ഞാൽ വെള്ളം ഇതാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ പാകത്തിന് ഉണ്ടാക്കിയെടുത്തു. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇച്ചിരി കഷ്ടപ്പാട് കൂടുതലാണെന്ന് മാത്രം. അത് കഴിഞ്ഞ് അവർ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം മീൻ നന്നാക്കാനായിട്ട് സഹായിക്കുന്ന ഹസ്ബൻഡിനെയാണ് കാണുന്നത്. ഞാൻ എന്താ പറയണേ, വീഡിയോ കൂടി കാരണം നിർത്തിയിട്ട് പോയ ഭാഗമാണ് കണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ചെയ്തു തന്നു. അപ്പോൾ വിനോട്ടന് ടൗണിൽ പോകേണ്ട ഒരു ആവശ്യമുള്ളതാണ് ഡ്രസ്സൊക്കെ തേച്ച് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കപ്പളങ്ങയും പയറും കൂടി കറി വെക്കാമെന്നാണ് വെച്ചത്. അപ്പോൾ പിന്നെ അതിന് ഉള്ള കാര്യങ്ങളും നോക്കി അത് വേവിക്കാനായിട്ട് വെച്ചു. പയർ ഞാൻ തലേന്ന് വെള്ളത്തിൽ ഇടാത്തതുകൊണ്ട് കുറച്ചധികം വിസിലടിക്കണല്ലോ. അപ്പോൾ അതവിടെ അടുപ്പേ വെച്ചു. പിന്നെ മീൻ പീരയാണ് വെച്ചത് കേട്ടോ. എല്ലാം കൂടെ അരച്ച് തിരുമ്പി ഞാൻ ഒരുപാട് തവണ റെസിപ്പി കാണിച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയണില്ല. അതവിടെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവർ എല്ലാവരും കൂടെ ടൗണിന് പോയതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. താങ്ക്